بسم الله الرحمن الرحيم. إلى حضرة شيخنا وربنا وقدوتنا الشيخ محمد الشيخ محمد القادري الجشتجادي قدس الله سره العزيز ورضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى أصحاب سيدنا محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അവൻ ഇഷ്ടപ്പെട്ട അടിയാറുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖദരിയ ത്വരീഖത്തിന്റെ കാമിലായ ദിക്റിന്റെ വഴിയിൽ മരണം വരെ നമ്മൾ ശൈഖ് തങ്ങൾ ഉപ്പാപ്പാന്റെ ഖദമിലായി നിലകൊള്ളാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. രോഗികളായ നമ്മളുടെ സഹോദരൻ ഫഹദിനും അതുപോലെ ബന്ധപ്പെട്ട ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫയും ആജിലായ ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാരോട് കൂടെ ചേരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ എല്ലാ കാലഘട്ടത്തിലും എല്ലാ സമയത്തും ഓരോരുത്തരും അവരോട് ബോധ്യപ്പെടുത്തേണ്ട വളരെ അടിയുറച്ച വിശ്വാസപരമായ ഒരു കാര്യമാണ് മഹാന്മാര് എല്ലാ കാലഘട്ടത്തിലും വിമർശനത്തിന് വിധേയമായിട്ടുണ്ട് എന്നുള്ളത്. വിമർശനങ്ങൾക്ക് വിധേയമായ മഹാനായതുകൊണ്ട് ആ മഹാനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുകയില്ല എന്ന ഒരു ചിന്താഗതി പൊതുവിൽ പല ആളുകളും സ്വീകരിച്ചു വരുന്ന ഒരു സമീപനമാണ്. മഹാന്മാരാകുമ്പോ അവർക്ക് സർവസ്വീകാര്യത നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഉണ്ടായിരിക്കണം എന്ന ഒരു ചിന്ത. അങ്ങനെ ഇല്ലാതെ വരുമ്പോ അത് പിഴച്ചതോ ദുർമാർഗമോ ആണെന്ന് വിലയിരുത്തുന്ന ഒരു ചിന്ത തെറ്റിദ്ധാരണയുടെ ഭാഗമായി വ്യാപകമായി ആളുകളുടെ ഇടയിൽ കടന്നുകൂടിയിട്ടുണ്ട്. വിശുദ്ധരായ മഹാന്മാരുടെ ചരിത്രം അങ്ങ് മുതൽ ഇന്നോളം വരെയുള്ള ചരിത്രങ്ങൾ മുഴുവനും നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ മഹാന്മാരായ മഹാന്മാരൊക്കെ വിമർശനത്തിന് വിധേയരായവരാണ്. സ്വന്തം നാട്ടിൽ നിന്ന് കുഫ്ർ ആരോപിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റു പല ദീനി വിരുദ്ധമായത് ആരോപിച്ചുകൊണ്ട് പുറത്താക്കപ്പെടുകയോ നാടുകടത്തപ്പെടുകയോ വധിക്കപ്പെടുക വരെ ചെയ്തു പോയ ചരിത്രങ്ങൾ നമ്മളുടെ മുമ്പിലുണ്ട്. അതിലേറ്റവും സുപരിചിതമായ ഒരു ചരിത്രമാണ് മഹാനരായ മൻസൂർ അൽ ഹല്ലാജ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ ചരിത്രം. വിശുദ്ധമായ മുഹീദ്ദീൻ മാലയിൽ പറയുന്നത് പോലെ എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ്. ആ കാലഘട്ടത്തിൽ നിലകൊണ്ടിരുന്ന അതിശ്രേഷ്ഠരായ സൂഫി
പരമ്പരയിലെ മുൻനിരയിൽ എന്ന് പറയാവുന്ന സയ്യിദു ത്വായിഫ എന്ന് പറയപ്പെടുന്ന മഹാനരായ ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മഹാനവറുകളുടെ വഴി സർവസ്വീകാര്യമായിട്ടാണ് ഇന്നേ വരെ കടന്നു വന്നത്. അവിടെ വിമർശനങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പലരും പറയാറുണ്ട്. സത്യത്തിൽ ഹല്ലാജ് റളിയല്ലാഹു അൻഹുവിന് ആളുകളുടെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി മരണം ഷഹീദാവേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ അതേ ഘട്ടം മഹാനരായ ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ മുമ്പിലും കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ മഹാനവറുകള് രക്ഷപ്പെടുകയായിരുന്നു. തദ്കിറത്തുൽ ഔലിയാ എന്ന് പറയുന്ന ഗ്രന്ഥം മഹാന്മാരുടെ ചരിത്രങ്ങൾ വിശദീകരിക്കുന്ന ഷെയ്ഖ് ഫരീദുദ്ദീൻ അത്താർ എന്ന മഹാനവറുകള് എഴുതിയ ആ ഗ്രന്ഥത്തിന്റെ 468 പേജിൽ അബുൽ ഹസൻ നൂരി എന്ന് പറയുന്ന മഹാനവറുകളെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ അവിടെ വളരെ അത്ഭുതകരമായ ഒരു സംഭവം പറയുന്നുണ്ട്. അന്നഹു നഹല ഖദ് നഹല ശൈഖുൻ മിൻ ഗിൽമാനിൽ ഖലീഫത്തി, അന്നത്തെ ഭരണാധിപനായ ഖലീഫയുടെ ചില ആളുകൾ ബിഅദാവത്തിൽ സൂഫിയത്തി, സൂഫിയാക്കളോട് പൊതുശത്രുത പ്രകടിപ്പിക്കുകയുണ്ടായി. വഖാല ഇൻദൽ ഖലീഫത്തി ഫീ ഹഖ്ഖിഹിം, കൂട്ടത്തിലുള്ള ഒരാള് ഖലീഫയോട് മഹാന്മാരായ ആ കാലഘട്ടത്തിലുള്ള അന്ന് ഈ പറഞ്ഞ മുൻനിലയിലുള്ള വലിയ വലിയ മഹാന്മാരുടെ പട്ടികയിൽ ആദ്യം എണ്ണുന്ന, സിൽസിലയിൽ എണ്ണുന്ന പ്രമുഖരായ പല മഹാന്മാരും ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടം, ആ കാലഘട്ടത്തിലുള്ള ഹല്ലാജുൽ മൻസൂർ റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാര് ജീവിച്ചിരിക്കുന്ന, ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ ഉൾപ്പെടെ ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടം, അബ്ദുല്ലാഹി ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ജീവിച്ചിരിക്കുന്ന ആ കാലഘട്ടം, ആ കാലഘട്ടത്തിലാണ് സൂഫിയാക്കളെ പറ്റി അന്നത്തെ ഖലീഫയോട് പറയുന്നത്, ഇന്നഹും അസ്സൻദഖതു വൽ ഇൽഹാദു, അവര് മതത്തിൽ നിന്ന് പുറത്തുപോയവരാണ്, നിരീശ്വരവാദം പിടികൂടിയവരാണ്. വയുഹദ്ദിസൂന ബിൽ അശ്യാഇ ലാ നഅരിഫു മഅനാഹാ, നമുക്കറിയാത്ത പല ആശയങ്ങളുമാണ് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മഹാന്മാരെ സംബന്ധിച്ചുണ്ടാകുന്ന എല്ലാ കാലഘട്ടത്തിലും അവര് പറയുന്ന ആശയങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതെ അവർക്കെതിരെ നിരീശ്വരവാദവും മതത്തിൽ നിന്ന് പുറത്തുപോയവരുമായി ആരോപിക്കുന്നത് പോലെയുള്ള അതേ ആരോപണം. ഇലാ അൻ അമറൽ ഖലീഫത്തു ബിഖത്ലിഹിം, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഈ അംഗീകരിക്കാൻ പറ്റാത്ത വാദഗതികൾ പറയുന്ന മഹാന്മാരായ സൂഫിയാക്കൾ ആരൊക്കെയുണ്ടോ അവരെയൊക്കെ കൊന്നുകളയാൻ ഖലീഫ കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ആരൊക്കെയാണ് മഹാന്മാര്? അബൂ ഹംസത്തുൽ ഖുറാസാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, വശിബ്ലി റഹ്മത്തുള്ളാഹി അലൈഹി, വൽ ജുനൈദ് റഹ്മത്തുള്ളാഹി അലൈഹി, വഅബുൽ ഹുസൈൻ അന്നൂരി റഹ്മത്തുള്ളാഹി അലൈഹി. ഇവരൊക്കെയാണ് അന്നത്തെ മുൻനിരയിലുണ്ടായിരുന്ന സൂഫിയാക്കൾ. ഇവരെയാണ് കൊല്ലാൻ വേണ്ടി രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുന്നത്.
വദാലിക ബിസബബി ശുബ്ഹത്തിൻ അസ്ബതൂഹാ അലൈഹിം ബിസ്സൂരി. മഹാന്മാരെ കുറിച്ച് വ്യാജമായ ആരോപണം പറഞ്ഞ് രാജാവിന്റെ മുമ്പിൽ ഫലിപ്പിച്ചതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ കൊല്ലാൻ വേണ്ടി, വധിച്ചു കളയാൻ വേണ്ടി കൽപ്പനയുണ്ടായത്. അങ്ങനെ അവരെയൊക്കെ കൊല്ലാൻ ഒരുങ്ങുകയാണ്. കൊല്ലാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട പണിക്കാരൻ ആരാച്ചാർ വഹീന ഖസദൽ ജല്ലാദു ഖത്ലഹും, ജല്ലാദ് അവരെ കൊല്ലാൻ വേണ്ടി ഒരുങ്ങിയ സമയത്ത് ഖാമന്നൂരി റളിയല്ലാഹു അൻഹു, അബുൽ ഹുസൈൻ അന്നൂരി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന കൂട്ടത്തിലെ മഹാൻ എഴുന്നേറ്റ് നിന്നിട്ട് കൊല്ലാൻ വേണ്ടി വന്ന ആ പണിക്കാരനോട് പറയുകയാണ്, വഖദ്ദമ നഫ്സഹു, ആദ്യം എന്നെയാണ് നീ കൊല്ലേണ്ടത്. വൽതമസ മിനൽ ജല്ലാദി അൻ യുബാശറ ബിഖത്ലിഹി അവ്വലൻ, ഈ കൂട്ടത്തിലുള്ള ആളുകളെ കൊല്ലുന്നതിന്റെ മുമ്പ് ആദ്യമായി കൊല്ലേണ്ടത് എന്നെയാണ് എന്ന് അബുൽ ഹുസൈൻ അന്നൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു. മഹാനവറുകൾ സന്തോഷത്തോടുകൂടെയാണ് പറയുന്നത്, പുഞ്ചിരിച്ച മുസ്തബ്ശിറായ മുഖത്തോടുകൂടെയാണ് പറയുന്നത്. കൊല്ലാൻ വേണ്ടി വന്ന ഈ പണിക്കാരൻ ജല്ലാദ് അത്ഭുതപ്പെട്ടുപോയി. വഖാല, ആ മനുഷ്യൻ പറഞ്ഞു, യാ ശൈഖ്, ഓ ശൈഖ് എന്നവരെ, ലിഅയ്യി ശൈഇൻ തസ്തഅജിലു, എന്തിനാണ് ഇങ്ങനെ ധൃതിപ്പെടുന്നത്? ഇത് ധൃതിപ്പെടേണ്ട ഒരു സമയമല്ല, ഒരു സ്ഥലമല്ല, ഒരു അവസരമല്ല. ബലിത്ത അഖ്റു മത്ലൂബുൻ, ഇവിടെ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അവസാനമാകണമെന്ന് ആഗ്രഹിക്കുന്ന സമയം. ഈ സമയത്ത് അങ്ങെന്തിനാണ് ഇത്രയേറെ ധൃതി കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഖാല നഅം, മഹാനവറുകൾ പറഞ്ഞു, അതെ. ബിനാഉ ത്വരീഖത്തിനാ അലൽ ഈസാരി, ഞങ്ങളുടെ ത്വരീഖത്തിന്റെ അടിസ്ഥാനം തന്നെ സ്വന്തത്തെക്കാൾ മറ്റുള്ളവർക്ക് വില നൽകുക, മുൻഗണന നൽകുക എന്നുള്ളതാണ്. വറൂഹു അഅസ്സുൽ അശ്യാഇ, ആത്മാവെന്ന് പറയുന്നത് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ്. ഫഉരീദു അൻ ഊസിറഹും അലയ്യ ബിഅൻഫാസ്, ഈ കാണുന്ന എന്റെ സഹോദരന്മാരായ മഹാന്മാരെക്കാൾ ശ്വാസം കൊണ്ട് അവർക്ക് സമർപ്പിച്ചിട്ട് അവർക്ക് കൂടുതലായി ശ്വാസം നൽകി ജീവിക്കാൻ അനുവദിച്ചിട്ട് അവരുടെ ശ്വാസത്തിന് വില കൽപ്പിച്ചിട്ട് ഞാൻ മരിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മറ്റുള്ളവർക്ക് മുൻഗണന നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ത്വരീഖത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞപ്പോ ജല്ലാദ് അത്ഭുതപ്പെട്ടുപോയി. ഖലീഫയോട് അവരുടെ കാര്യം പരിഭ്രമത്തോടുകൂടെ ആശ്ചര്യത്തോടുകൂടെ അറിയിച്ചപ്പോ വഅമറ ബിത്തവഖുഫി, അവരെ കൊല്ലാതെ അവിടെ നിർത്താൻ വേണ്ടി കൽപ്പിക്കുകയാണ്. വഅമറൽ ഖാദി അൻ യൻദുറ ഫീ ഹാലിഹിം, ഒന്നുകൂടെ നമുക്ക് പുനഃപരിശോധന നടത്താമെന്ന് ഖാദി പറയുകയാണ്. ഫഖാലൽ ഖാദി, ഖാദി പറഞ്ഞു, ഇന്നി ലാ അശുക്കു, എനിക്കൊരു സംശയവുമില്ല, ഫീ കമാലിൽ ജുനൈദ് റഹ്മത്തുള്ളാഹി അലൈഹി, ജുനൈദുൽ ബഗ്ദാദി തങ്ങളുടെ സമ്പൂർണതയെക്കുറിച്ച്, മഹത്വത്തെക്കുറിച്ച് എനിക്കൊരു സംശയവുമില്ല. ഫീ ജമീഇൽ ഉലൂമി, എല്ലാവിധ അറിവുകളിലും അദ്ദേഹം സമ്പൂർണനാണ്. വസമിഅതു കലാമൻ നൂരി അയ്ളാ, ഹുസൈൻ അന്നൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ വാക്കുകളും ഞാൻ കേട്ടതാണ്. അവരുടെയൊക്കെ മഹത്വം എനിക്കറിയാം. പക്ഷേ
അസ്അലു ശിബ്ലി അയ്ളൻ. ഈ അവസരത്തിൽ ഖാദി പറയുകയാണ് ശിബ്ലിയോട് മസ്അലതൻ ഫിഖ്ഹിയ, ഫിഖ്ഹിയായ ഒരു മസ്അല ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ആ ചോദ്യം എന്താ? മൽ വാജിബു ഫീ 20 ദീനാറൻ ഇദാ മലകഹു ശഖ്സുൻ മുസ്ലിമുൻ. മുസ്ലിമായ ഒരു വ്യക്തിക്ക് അവന്റെ ഉടമസ്ഥതയിൽ 20 ദീനാർ ഉണ്ടെങ്കിൽ എത്രയാണ് അവന് സക്കാത്ത് കൊടുക്കേണ്ടത്? അതാണ് മസ്അല ചോദിച്ചത്. ആ അവസരത്തിൽ ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുകയാണ് 20 ദീനാർ ഒരാളുടെ ഉടമസ്ഥതയിലുണ്ടെങ്കിൽ യജിബു അലൈഹി അൻ യബ്ദുല 20 ദീനാറാ, 20 ദീനാറും കൊടുത്തു കളയൽ നിർബന്ധമാണ്. വനിസ്ഫ ദീനാരിൻ, കൂടെ ഒരു അര ദീനാറും കൂടി കൊടുത്തു കളയണം, നിർബന്ധമാണ്. ഖാലൽ ഖാദി, ഖാദി ചോദിക്കുകയാണ് അമ്മൻ തഖൂലു ഹാദാ, ഈ ഫിഖ്ഹിയായ മസ്അലയുടെ അടിസ്ഥാനം ആരിൽ നിന്ന് ഉദ്ധരിച്ച വാക്ക് പ്രകാരമാണ്? ഖാല, മഹാനായ ശിബ്ലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുകയാണ് അനിസ് സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്നുള്ള ആ ചരിത്രത്തിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഹൈസു തസദ്ദഖ ബിജമീഇ മാലിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വതക്ക ചെയ്യാൻ പറഞ്ഞപ്പോ ഉള്ളത് മുഴുവനും കൊടുത്ത ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ ചര്യയാണ് ഇവിടെ ഫിഖ്ഹിയായ മസ്അലക്ക് അടിസ്ഥാനമാക്കിയത് എന്ന് പറഞ്ഞു. വമൻ നിസ്ഫു, എങ്കിൽ 20 ദീനാറിന് 20 ദീനാർ തന്നെ കൊടുക്കണമെന്നുള്ളത് ശരിയാണ്. അതുപ്രകാരം ഈ അര എങ്ങനെയാണ് വന്നത്? ഖാല ശിബ്ലി, അപ്പൊ ശിബ്ലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുകയാണ് ലിഅന്നഹു അംസക 20 ദീനാറാ ഹത്താ വജബ അലൈഹി നിസ്ഫു ദീനാർ. ഒരു വർഷം മുഴുക്കെ 20 ദീനാർ പിടിച്ചു വെച്ചാൽ അതിന് അര ദീനാർ എന്ന സക്കാത്ത് നിർബന്ധമാകും. അതുപ്രകാരം അരയും കൂടി കൊടുത്തിരിക്കണം. ഫഹാദൻ നിസ്ഫു ഖറാമത്തുൻ, ഇത് ഈ പകുതിയായി, ഈ പകുതി അര ദീനാർ എന്ന് പറയുന്നത് അത് ഖറാമത്തുൻ കടമായിട്ടുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മസല പറഞ്ഞപ്പോ അടുത്തത് ഖാദി ചോദിക്കുകയാണ് അനിന്നൂരി മസ്അലതൻ, മഹാനരായ ഹുസൈനുൻ നൂരിയോട് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോടാണ് അടുത്ത മസ്അല ചോദിക്കുന്നത്. ഫഅജാബ ഫിൽ ഹാലി, ഉടനെ മറുപടി പറഞ്ഞു. വഅസ്വാബ, അത് കറക്റ്റ് ആയിരുന്നു. അങ്ങനെ ഈ മഹാന്മാരില് ജുനൈദുൽ ബഗ്ദാദിയെ നമ്മൾ അംഗീകരിക്കാം റഹ്മത്തുള്ളാഹി അലൈഹി. പക്ഷെ ബാക്കിയുള്ളവരുടെ കാര്യം അവരെ ഒന്ന് ചോദിച്ച് അവരൊന്ന് പെടുത്താമെന്ന് വിചാരിച്ച ഖാദി ഫഖജിലൽ ഖാദി, ഖാദി ആകെ എളിഭ്യനായി. ഫഖാല നൂരി, ആ സമയത്ത് ഹുസൈനുൻ നൂരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുകയാ അയ്യുഹൽ ഖാദിയോ ഖാദി തസ്അലു അനിൽ മസായിലിൽ ഫർഇയ്യ, ശാഖാപരമായിട്ടുള്ള മസ്അലയെ കുറിച്ചാണ് ചോദിക്കുന്നത്. വലാ തഅലമു, നിനക്കറിയില്ല, അന്ന ലില്ലാഹി ഇബാദ, അല്ലാഹുവിന് ചില അടിയാറുകളുണ്ട്, ബിഹിം ബിഹി ഖിയാമുഹും, അല്ലാഹുവിനെ കൊണ്ട് നിൽക്കുന്ന, അല്ലാഹുവിനെ കൊണ്ട് ഇരിക്കുന്ന, വബിഹി ഹർക്കത്തുഹും, അല്ലാഹുവിനെ കൊണ്ട് ചലിക്കുകയും നിശ്ചലനമാവുകയും ചെയ്യുന്ന, വബിഹി ഹയാത്തുഹും വ മൗത്തുഹും, അല്ലാഹുവിനെ കൊണ്ട് ജീവിക്കുന്ന മരിക്കുന്ന അങ്ങനെയുള്ള അടിയാറുകൾ അല്ലാഹുവിനുണ്ട്. വഹും ഫീ മഖാമിശ് ശുഹൂദി ദായിമാ,
എല്ലാ സമയത്തും അല്ലാഹുവിനെ കാണുന്ന ശുഹൂദിന്റെ മഖാമിലാണ്. ഫൈൻ ഫാത്തഹുമു ശുഹൂദു ലഹളതൻ, ഒരു നിമിഷമെങ്കിലും അവർക്ക് ശുഹൂദ് നഷ്ടപ്പെട്ടു പോയാൽ, അല്ലാഹുവിനെ കാണുന്ന ആ ഒരു അവസരം നഷ്ടപ്പെട്ടു പോയാൽ, തസ്ഹഖു അർവാഹുഹും അൻ അജ്സാദിഹിം, അവരുടെ റൂഹിൽ നിന്ന്, അവരുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് തന്നെ പോകും. അത്രക്കും കഠിനമായ ഒരു സാഹചര്യമായിരിക്കും അത്. വബിഹി യനാമൂൻ, അല്ലാഹുവിനെ കൊണ്ട് ഉറങ്ങുന്ന, വബിഹി യഅകുലൂൻ, അല്ലാഹുവിനെ കൊണ്ട് ഉണ്ണുന്ന, വബിഹി യബ്തുശൂൻ, അല്ലാഹുവിനെ കൊണ്ട് പിടിക്കുന്ന, വബിഹി യംശൂൻ, അല്ലാഹുവിനെ കൊണ്ട് നടക്കുന്ന, വബിഹി യുബ്സിറൂൻ, അല്ലാഹുവിനെ കൊണ്ട് കാണുന്ന, വബിഹി യസ്മഊൻ, അല്ലാഹുവിനെ കൊണ്ട് കേൾക്കുന്ന, വബിഹി വുജൂദുഹും, അല്ലാഹുവിനെ കൊണ്ട് മാത്രം വുജൂദ് കണ്ടെത്തുന്ന ഒരുപാട് അടിമകൾ അല്ലാഹുവിനുണ്ട് എന്ന അറിവ് ഇല്ല. ഹാദാ ഹുവൽ ഇൽമു, ഇതാണ് യഥാർത്ഥത്തിൽ അറിവ്. ലല്ലദീ സഅൽതനാ അൻഹു, നീ ചോദിച്ച അറിവല്ല യഥാർത്ഥ അറിവെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള അല്ലാഹുവിന്റെ അടിയാറുകളെ കുറിച്ച് അറിയുക എന്നുള്ളതാണ് യഥാർത്ഥ അറിവ്. ഈ അവസരത്തിൽ ഖാദിയാകെ ബേജാറായി പരിഭ്രമിച്ചു. വഅർസല ഇലൽ ഖലീഫത്തി, അന്നത്തെ ഖലീഫയായിരുന്ന രാജാവിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ട് അവരുടെ മഹാന്മാരായി സൂഫിയാക്കളുടെ ഓരോരുത്തരുടെയും അവസ്ഥകളെ കുറിച്ച് വിശദമായി പറഞ്ഞുകൊടുത്തു. വഖാല ലൗ കാന ഹൗലാഇ മിനൽ മുലാഹദതി അവിസ്സനാദിഖതി ലം യൂജദ് അലാ വജ്ഹിൽ അർളി മുവഹ്ഹിദുൻ, ഈ പറയപ്പെടുന്ന ഇവിടെ നമ്മൾ കൊല്ലാൻ വേണ്ടി വിധിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധരായ മഹാന്മാർ, ഇടയറ്റ മഹാന്മാർ, വളരെ പ്രമുഖരായ വിശുദ്ധരായ ഈ മഹാന്മാർ, അവർ നിരീശ്വരവാദികളും മതത്തിൽ നിന്നും പുറത്തുപോയവരാണെങ്കിൽ ലം യൂജദ് അലാ വജ്ഹിൽ അർളി മുവഹ്ഹിദുൻ, ഈ ഭൂമുഖത്ത് ഒരു തൗഹീദുള്ള ഒരാളെയും നമുക്ക് പിന്നീട് കാണാൻ കഴിയുകയില്ല. ഇവര് നിരീശ്വരവാദികളായ പിന്നെ ഒരു മുവഹ്ഹിദും ഇവിടെ ജീവിച്ചിരിക്കൂല, ഉണ്ടാകൂല. ഫതലബഹും അൽ ഖലീഫത്തു, ഖലീഫ അവരെ വിളിച്ചു വരുത്തി. അങ്ങനെ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ അവരുടെ വഴിക്ക് വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. വിശുദ്ധരായ മഹാന്മാർ, ആ മഹാന്മാരൊപ്പം കൂടിക്കഴിഞ്ഞാൽ ഒരു വിമർശനവും ഉണ്ടാവുകയില്ല എന്ന് നിനക്കുന്നത്, വിചാരിക്കുന്നത്, അത് തെറ്റായ വിചാരമാണ്. മഹാന്മാരൊപ്പം കൂടുമ്പോ അവർക്ക് പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉണ്ടാകും. ആ വിമർശനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മഹാന്മാരോട് കൂടുന്നവർ വളരെ ഉറച്ച വിശ്വാസത്തിൽ നിലകൊള്ളാൻ വേണ്ടിയാണ് ഈ സംഭവം പറയുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാന്മാരോട് കൂടി നമ്മൾ അവർക്ക് വരുന്ന വിമർശനങ്ങളോ അല്ലെങ്കിൽ എതിരഭിപ്രായങ്ങളോ കേട്ടത് കാരണത്താൽ നമ്മൾ പതറിപ്പോകാതിരിക്കാൻ മഹാനരായ ഷഹറാനി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അൽ യവാഖീത് വൽ ജവാഹിർ ഫി ബയാനി അഖായിദിൽ അകാബിർ, മഹാന്മാരായ ഔലിയാക്കളെ കുറിച്ചിട്ടുള്ള വിശ്വാസത്തെ സംബന്ധിച്ച് യവാഖീത് വൽ ജവാഹിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വിശദമായി പറയുന്ന 3-4 പേജുകൾ തന്നെ അതിനായിട്ട് മഹാനവറുകൾ നീക്കി വെച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനമായിട്ട് മഹാനവറുകൾ പറയുന്നത് മുഹയ്യിദ്ദീൻ ഇബ്നു അറബി തങ്ങളെ കുറിച്ചിട്ടുള്ള ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരെ ആരോപിച്ച ആരോപണങ്ങളും അതിനുള്ള മറുപടിയും,
അതൊക്കെ പറഞ്ഞിട്ട് മഹാനവറുകള് മഹാന്മാരോട് കൂടെ നിൽക്കുന്ന ആളുകൾ അവരുടെ കൂടെ എങ്ങനെയാണ് വിശ്വാസത്തോടു കൂടെ നിലകൊള്ളേണ്ടത് എന്നതിനെ കുറിച്ചും വിശദമായിട്ട് പറയുന്നുണ്ട്. അക്കൂട്ടത്തിൽ 11-ാമത്തെ പേജിൽ പറയുന്നത് ഇഅ്ലം റഹിമകല്ലാഹ്, നീ അറിയണം അന്നഹു ലാ യജൂസുൽ ഇൻകാറു അലൽ ഖൗമി, മഹാന്മാരെ കുറിച്ച് നിഷേധം പറയാൻ പാടില്ല. ഇല്ലാ ബഅദ മഅരിഫതി മുസ്തലഹിഹിം ഫി അൽഫാദിഹിം, അവർ പറയുന്ന വാക്കുകളുടെ പൊരുളുകൾ മനസ്സിലാക്കിയ, അവരുടെ സാങ്കേതിക ഭാഷകളെ കുറിച്ച് അറിയാതെ അവരെ നീ നിഷേധിക്കാൻ പോവാൻ പാടില്ല. വഖാല ശൈഖ് മജ്ദുദ്ദീൻ അൽ ഫൈറൂസാബാദി സാഹിബ് കിതാബിൽ ഖാമൂസ്, മഹാനരായ മജ്ദുദ്ദീൻ ഫൈറൂസാബാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്, ലാ യജൂസു, അനുവദനീയമല്ല, ലിഅഹദിൻ അൻ യുൻകിറ അലൽ ഖൗമി, മഹാന്മാരെ നിഷേധിക്കല്, ബിബാദി ഇർറഇ, ഒറ്റ നോട്ടത്തിൽ നിഷേധിക്കാൻ പാടില്ല, ലിഉലുവി മറാത്തിബിഹിം ഫിൽ ഫഹ്മി, അവരുടെ ഗ്രാഹ്യശേഷി, അവരുടെ കശ്ഫിന്റെ ആഴം അത് വലുതാണ്, അത്യുന്നതമാണ്. മഹാന്മാരുടെ കശ്ഫിന്റെയും ബുദ്ധിയുടെയും അളവ് വലുതായതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ പോയി അവരെ നീ നിഷേധിക്കാൻ പാടില്ല. വലം യബ്ലുഗ്നാ അഹദിൻ മിൻഹും, മഹാന്മാര് ഏതെല്ലാം കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടോ ആ കാലഘട്ടത്തിൽ വന്ന മഹാന്മാരിൽ ആരെ തൊട്ടും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്നഹു അമറ ബിശൈഇൻ, ഒരു കാര്യം കൽപ്പിച്ചു, ബിഹദ്മിദ്ദീനി, ദീനിനെ പൊളിച്ചു കളയുന്ന ഒരു കൽപ്പന കൽപ്പിച്ചതായിട്ട് ഒരു മഹാനെയും ഒരു സൂഫി ശൈഖിനെയും ഒരു മുറബ്ബിയായ ശൈഖിനെയും നമുക്ക് കാണാൻ കഴിയുകയില്ല. വലാ നഹാ അഹദൻ അനിൽ വുളൂഇ വലാ അനിസ് സ്വലാത്ത്, നിസ്കരിക്കരുതെന്നോ വുളൂ ചെയ്യരുതെന്നോ എന്ന് പറഞ്ഞതായിട്ട് വലാ ഗൈറഹുമാ, അതല്ലാത്ത മിൻ ഫുറൂദിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങള്, വ മുസ്തഹബ്ബാതിഹി, അതിന്റെ സുന്നത്തുകളെയൊക്കെ നിഷേധിച്ചുകൊണ്ട് അവര് പറഞ്ഞതായിട്ട് ഒരാളിൽ നിന്നും നമുക്ക് കേൾക്കാൻ കഴിയുകയില്ല. പക്ഷേ ഇന്നമാ യതകല്ലമൂന, അവര് പറയുന്ന വാചകങ്ങൾ ബികലാമിൻ യദുഖു അനിൽ അഫ്ഹാം, മനസ്സിലാക്കാൻ പ്രയാസമുള്ള തരത്തിലായിരിക്കും അവര് സംസാരിക്കുക എന്ന് മാത്രം. ദീന് പൊളിച്ചു കളയുന്ന ഒരു വർത്തമാനവും യഥാർത്ഥ കാമിലായ മുറബ്ബിയായ ശൈഖാണോ ആ ശൈഖിൽ നിന്ന് വരികയില്ല. എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാല് മഹാനരായ ഷഹറാനി ഇമാമ് പറയുകയാണ്, വബിൽ ജുംല, ചുരുക്കത്തിൽ പറയട്ടെ, ഫഅഖല്ലു മാ യഹ്ഖു അലിൽ മുൽക്കരി, ഒരു നിഷേധിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും ചുരുങ്ങിയ യോഗ്യത വേണമെങ്കിൽ ഔലിയാക്കൾക്ക് നേരെ വാളെടുക്കാനോ വിമർശിക്കാനോ ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ അയ്യഅരിഫ 70 കാര്യങ്ങൾ അവൻ അറിഞ്ഞിരിക്കണം. 70 കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് ഔലിയാക്കൾക്കെതിരെ ആക്ഷേപിക്കാൻ പാടില്ല. ഇനി അങ്ങനെ ഒരാൾക്ക് ആക്ഷേപിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഈ കാര്യം ഉറപ്പുവരുത്തണം. സുമ്മ ബഅദ ദാലിക യസൂഉൽ ഇൻകാറു മിൻ, അതേതൊക്കെയാണ്? ഔസുഹു ഫീ മഅരിഫത്തി മുഅ്ജിസാത്തിർ റുസുലി, അംബിയാ മുർസലീങ്ങളുടെ മുഅ്ജിസാത്തുകളെ കുറിച്ചറിയണം, അതിന്റെ വ്യത്യസ്ത തട്ടുകളെ കുറിച്ചറിയണം. ഔലിയാക്കളുടെ കറാമത്തിനെ കുറിച്ചറിയണം, അതിന്റെ വ്യത്യസ്ത തട്ടുകളെ കുറിച്ചറിയണം.
അതിലൊക്കെ അവന് വിശ്വാസമുണ്ടായിരിക്കുകയും വേണം. വയഅ്തഖിദ അന്നൽ ഔലിയ, അവൻ വിശ്വസിക്കണം ഔലിയാക്കളാണ് യരിസൂനൽ അംബിയ, അംബിയാക്കളുടെ അനന്തരാവകാശികൾ ഫീ ജമീഇ മുഅ്ജിസാതിഹിം, അംബിയാക്കളുടെ എല്ലാ മുഅ്ജിസത്തും അതുപോലെ പകർത്താൻ നടപ്പിലാക്കാൻ കഴിയുന്നത് ഔലിയാക്കൾക്കാണ് അതിന്റെ അനന്തരാവകാശികളായിട്ടുള്ളത് എന്ന് വിശ്വസിച്ചിരിക്കണം. ഇല്ലാ മസ്തസ്ന, ചുരുക്കം അതിൽ നിന്ന് ഒഴിവാക്കിയതൊഴികെയുള്ള ബാക്കി എല്ലാ മുഅ്ജിസത്തുകളും വമിൻഹാ ഇത്തിലാഉഹു അലാ കുതുബിത് തഫ്സീരി വത്തഅ്വീലി, തഫ്സീറിനെ കുറിച്ചറിയണം, അതിന്റെ വ്യാഖ്യാനങ്ങളെ കുറിച്ച്, അതിന്റെ ഷർത്തുകളെ കുറിച്ചറിയണം. അറബ് ഭാഷയുടെ അതിഗഹനമായ ഭാഷാ പാണ്ഡിത്യം വേണം. അങ്ങനെ 70ഓളം കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ മഹാന്മാർക്കെതിരെ എന്തെങ്കിലും പറയാൻ പറ്റൂ എന്നുള്ളതാണ്. അങ്ങനെ മഹാനവറുകൾ പറഞ്ഞ് വജഅൽനാ ബഅദഹും ലിബഅദിൻ ഫിത്ന, മഹാനവറുകൾ പറയുന്നു, ഒരു ആയത്ത് ഉദ്ധരിച്ചിട്ട് പറയുകയാണ്, അല്ലാഹു പറഞ്ഞത് വജഅൽനാ ബഅദഹും ലിബഅദിൻ ഫിത്ന, നമ്മിൽ ചിലർക്ക് പരീക്ഷണമാണ്, മനുഷ്യരിൽ ചിലർക്ക് പരീക്ഷണമാണ്. അതസ്ബിറൂൻ, നിങ്ങൾ ക്ഷമിക്കുന്നില്ലേ? മഹാനരായ ജലാലുദ്ദീൻ സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കിതാബിൽ പറയുന്നുണ്ട്, മഹാനവറുകൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്ന കൂട്ടത്തില് ജലാലു സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, മിമ്മാ നഅമല്ലാഹു ബിഹി അലയ്യ, അല്ലാഹു എനിക്ക് ചെയ്ത ഒരു അനുഗ്രഹം, അൻ അഖാമലി അദുവാ, എനിക്കൊരു ശത്രുവിനെ അല്ലാഹു എപ്പോഴും നിശ്ചയിച്ചു തന്നു. ആ ശത്രു എന്താ? എന്നെ യുദീനി, എന്നെ ബുദ്ധിമുട്ടിക്കും, വയുമസ്സിഖു ഫീ അർളി, എന്റെ അഭിമാനത്തെ അവൻ പിച്ച് ചീന്തിക്കളയും. അങ്ങനെയുള്ള ഒരു ശത്രുവിനെ എനിക്ക് അല്ലാഹു തന്നത്, എനിക്ക് അല്ലാഹു തന്ന വലിയ നിഅമത്താണ്. ആ നിഅമത്ത് കൊണ്ട് എനിക്ക് എന്താ ഉണ്ടായത്? ലിയകൂനലി ഉസ്വതം ബിൽ അംബിയാഇ വൽ ഔലിയാഇ, അംബിയാക്കളും ഔലിയാക്കളും അവർക്ക് മാതൃകയാകുന്ന, അവരുടെ മാതൃക സ്വീകരിച്ച ഒരാളാവാൻ എനിക്കൊരവസരമുണ്ടായി. എല്ലാ കാലഘട്ടത്തിലുള്ള ഔലിയാക്കൾക്ക് അങ്ങനെ ശത്രുക്കൾ ഉണ്ടായിരുന്നു, അവര് ക്ഷമിച്ചിരുന്നു. അതേപോലെ അല്ലാഹു എനിക്കും ഒരു ശത്രുവിനെ വെച്ചു തന്നു, അതിൽ ഞാൻ ക്ഷമിച്ചു, അവരുടെ മാതൃക ഞാൻ പിന്തുടർന്നു. മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അവരേത് നാട്ടിലാണെങ്കിലും അവർക്ക് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഖാലൽ ജലാലു സുയൂത്തി റഹിമഹുല്ലാഹ്, വഅലം, നീ അറിയണം, അന്നഹു മാ കാന കബീറുൻ ഫി അസ്രിൻ ഖത്ത്, ഒരു കാലഘട്ടത്തിലും ഒരു മഹോന്നതനായ ഒരു മനുഷ്യനുണ്ടായിട്ടില്ല, ഇല്ലാ കാന ലഹു അദുവും മിനസ് സഫലതി, താഴെക്കിടയിലുള്ള ഒരു ശത്രു അവനുണ്ടായിട്ടല്ലാതെ. ഇതിൽ അഷ്റാഫു, മഹാന്മാരെന്ന് പറയുന്നത്, ലം തുസൽ തുബ്തല, അവര് പരീക്ഷണത്തിന് വിധേയമായി കൊണ്ടിരിക്കും. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇബ്ലീസ് ഉണ്ടായതുപോലെ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഹാമും മറ്റുള്ളവരും ഉണ്ടായതുപോലെ, ദാവൂദ് നബിക്ക് ജാലൂത്ത് ഉണ്ടായതുപോലെ, മറ്റുള്ളവരും ഉണ്ടായതുപോലെ, വകാന സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സഖർ ഉണ്ടായിരുന്നതുപോലെ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആദ്യഘട്ടത്തിൽ ബുഖ്ത് നസർ ഉണ്ടായിരുന്നു. ഇനി അവസാന കാലഘട്ടത്തിൽ ഇറങ്ങി വരുമ്പോ ദജ്ജാൽ ഉണ്ടാകും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നമ്രൂദ് ഉണ്ടായിരുന്നു.
മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഫിർഔനുണ്ടായിരുന്നു. വഹകദാ ഇലാ ഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് റസൂലുള്ളാഹിക്കുണ്ടായിരുന്ന ശത്രു അബൂജഹലായിരുന്നു. ഇബ്നു ഉമറിന് ഒരു ശത്രു ഉണ്ടായിരുന്നു, എപ്പോഴും പരിഹസിക്കുന്ന, കളിയാക്കുന്ന. വനസബു അബ്ദുല്ലാഹിബ്നു സുബൈർ, അബ്ദുല്ലാഹിബ്നു സുബൈറിനെ കപടനാക്കി അവർ ചിത്രീകരിച്ചു. ആളുകൾ കാണാൻ വേണ്ടി നിസ്കരിക്കുകയാണെന്ന് പറഞ്ഞു. മഹാനരായ അബ്ദുല്ലാഹിബ്നു സുബൈർ നിസ്കരിച്ചു കൊണ്ടിരിക്കെ ഫസബ്ബു അലാ റഅസിഹി മാഅൻ ഹമീമാ, ചൂടുള്ള വെള്ളം മഹാനവറുകളുടെ തലയിൽ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ മുഖവും തലയും പൊള്ളിപ്പോയി. വഹുവ ലാ യശ്ഉറു, നിസ്കാരത്തിലായതുകൊണ്ട് മഹാനവറുകൾ അറിയുന്നില്ല. ഫലമ്മാ സല്ലമ മിൻ സലാത്തിഹി, നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയപ്പോ എന്താണിത് എന്ന് ചോദിച്ചപ്പോ അവർ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ മഹാനവറുകൾ പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അതിന്റെ വേദനയും അതിന്റെ പ്രയാസവുമായി പിന്നീടുള്ള കാലം മഹാനവറുകൾ അനുഭവിക്കേണ്ടി വന്നു, ജീവിച്ചു. വകാന ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് നാഫി ഇബ്നുൽ അസ്റഖ് എന്ന് പറയുന്ന ഒരു ശത്രു ഉണ്ടായിരുന്നു. വളരെയേറെ ബുദ്ധിമുട്ടിച്ചിരുന്നു. അയാൾ പറയുന്നത്, മഹാനരായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ യുഫസ്സിറുൽ ഖുർആന ബിഗൈരി ഇൽമിൻ, അറിവില്ലാതെ ഖുർആനിനെ വിശദീകരിക്കുകയാണെന്നാണ് പറയാറുണ്ടായിരുന്നത്. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ കൂഫയിലുള്ള ഭരണാധികാരിയായിരുന്ന സമയത്ത് അവിടെയുള്ള ആളുകളൊക്കെ അദ്ദേഹത്തെ വളരെയേറെ പ്രയാസപ്പെടുത്തി. മഹാനവറുകൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഒരു സ്വഹാബിയായിരിക്കെ അവര് മഹാനരായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പരാതി പറഞ്ഞു. എന്താ പരാതി എന്നറിയോ? ഇന്നഹു ലാ യുഹ്സിനു അൻ യുസല്ലിയ, നിസ്കരിക്കാൻ അറിയില്ല എന്നാ പറഞ്ഞത്. വഅമ്മൽ അയിമ്മത്തുൽ മുജ്തഹിദൂന, മുജ്തഹിദീങ്ങളായ ഇമാമുമാരൊക്കെ നേരിട്ട പ്രയാസങ്ങൾ, ഇമാം അബൂ ഹനീഫ, അന്ന് കാലഘട്ടത്തിലുണ്ടായിരുന്ന ഖലീഫമാരിൽ നിന്ന് പ്രയാസങ്ങൾ നേരിട്ട് ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട്. വമാ ഖാസാഹുൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു 25 സന, 25 വർഷക്കാലത്തോളം ലാ യഖ്റുജു ലി ജുമുഅത്തിൻ വലാ ജമാഅത്തിൻ, ജുമുഅക്കും ജമാഅത്തിനും പോകാൻ പറ്റാതെ വീട്ടിൽ ബന്ധനസ്ഥനായി ഒളിഞ്ഞു കഴിയേണ്ടി വന്ന സാഹചര്യം മഹാനരായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് മിൻ അഹ്ലിൽ ഇറാഖ്, ഇറാഖുകാരിൽ നിന്നും മിസ്റുകാരിൽ നിന്നും നേരിടേണ്ടി വന്ന പ്രയാസങ്ങൾ, മഹാനരായ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു നേരിടേണ്ടി വന്ന അടിയും അതുപോലെ തന്നെ ജയിൽവാസവും, മഹാനരായ ബുഖാരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ അഖ്റജൂഹു മിൻ ബുഖാറ, ബുഖാറ എന്ന് പറയുന്ന സ്വദേശത്ത് നിന്ന് മഹാനവറുകൾ പുറത്താക്കപ്പെടുകയുണ്ടായി. മഹാനരായ അബൂ യസീദുൽ ബിസ്വാമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ നഫൗ 7 മറാത്തിൻ ബസ്താമിൻ, ബസ്താം, മഹാനവറുകളുടെ സ്വദേശത്ത് നിന്ന് മഹാനവറുകൾ 7 വട്ടമാണ് നാടുകടത്തിയത്. അതിന് കൂട്ടുനിന്നതാരാ? ബിവാസിത്തത്തി ജമാഅത്തിൻ മിൻ ഉലമാഇഹാ, ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പണ്ഡിതന്മാരാണ്. വശയ്യഊ ദന്നൂനൽ മിസ്രി, എല്ലാവർക്കും അറിയുന്ന ഔലിയാക്കളിൽ വളരെ പ്രമുഖനായ ദന്നൂനുൽ മിസ്രി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ മിസ്രിൽ നിന്ന് ബഗ്ദാദ് വരെ അവര് അകമ്പടിയോടുകൂടെ മഹാനവറുകളെ കടത്തിക്കൊണ്ടുപോയി. മുഖയ്യദൻ മഗ്ലൂലൻ, ചങ്ങലക്കിട്ടുകൊണ്ടാണ് കൊണ്ടുപോയത്. വസാഫറ മഅഹു അഹ്ലു മിസ്ർ, മിസ്റുകാരും കൂടെയുണ്ടായിരുന്നു.
യഷ്ഹദൂന അലൈഹി ബിസ്സന്ദഖതി, അവര് സാക്ഷിയായി നിന്നിട്ടാണ് മഹാനവറുകളുടെ കൂടെ പോകുന്നത്. ഈ മഹാൻ നിരീശ്വരവാദത്തിന്റെ ആളാണെന്ന് പറയാൻ വേണ്ടി മിസ്രിൽ നിന്നൊരു സംഘം മഹാനവറുകളുടെ കൂടെയുണ്ടായി. അങ്ങനെയാണ് മിസ്രിലേക്ക്, ബഗ്ദാദിലേക്ക് മഹാനവറുകളെ കൊണ്ടുപോയത്. സംനൂനുൽ മുഹിബ് എന്ന് പറയുന്ന മഹാനരായ കുശൈരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പ്രമുഖ ഔലിയാക്കളിൽ എണ്ണിയ ആ മഹാനെ അവരെന്ത് ചെയ്തു? അർശൗഹു ഇംറഅതൻ മിനൽ ബഗായാ, ഒരു വേശ്യയായ സ്ത്രീയെ ഏർപ്പാടാക്കിയിട്ട് ആ വേശ്യയായ സ്ത്രീയെ കൊണ്ട് ആരോപിപ്പിച്ചു മഹാനവറുകൾക്കെതിരെ. മഹാനവറുകളും ഹുവ അസ്ഹാബുഹു, മഹാനവറുകളുടെ അനുയായികളും ആ പെണ്ണിന്റെ അടുത്ത് പോകാറുണ്ട് എന്നുള്ള വ്യാജമായ വാർത്തയുണ്ടാക്കി പടച്ചുണ്ടാക്കി. വഖ്തഫാ ബിസബബി ദാലിക സനതൻ, അത് കാരണമായിട്ട് മഹാനവറുകള് 1 വർഷത്തോളം ഒളിഞ്ഞു ജീവിച്ചു. സുഹൈൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് വലിയ ഔലിയാക്കളിലെ ഉന്നതനായ ശ്രേഷ്ഠനാണ്. മഹാനവറുകളെ സ്വന്തം നാട്ടിൽ നിന്ന് ബസ്രയിലേക്ക് നാടുകടത്തി കുഫ്ർ ആരോപിച്ചുകൊണ്ടാണ്. മാ ഇമാമത്തിഹി വ ജലാലത്തി, എത്ര വലിയ ഇമാമാണ്, എത്ര വലിയ ജലാലിയത്തിന്റെ ഉടമയാണ്. വലം യസൽ ബിൽ ബസ്റ ഇലാ അൻ മാത്, മരിക്കുന്നതുവരെ, വഫാത്താകുന്നതുവരെ ബസ്രയിൽ തന്നെ മഹാനവറുകൾ പിൽക്കാലത്ത് ചെലവഴിച്ചു. അബൂ സഈദുൽ ഹറാസ് എന്ന് പറയുന്ന മഹാനവറുകൾക്കെതിരെയും കുഫ്ർ കൊണ്ട് അവരെ ആരോപിക്കുകയുണ്ടായി. വശഹിദു അലൽ ജുനൈദ് ബിൽ കുഫ്രി, നമുക്കൊക്കെ അറിയുന്ന മഹാനരായ ജുനൈദുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ കുറിച്ച് ബിൽ കുഫ്രി, കാഫിറാണെന്ന് അവരെ ആരോപിച്ചു. മിറാറൻ, ഒരു പ്രാവശ്യമല്ല പലതവണ. ഹീന കാന യതകല്ലമു ഫീ ഇൽമി തൗഹീദ് അലാ റൂസിൽ അശ്ഹാദ്, ആളുകളുടെ മുമ്പിൽ വെച്ച് തൗഹീദിന്റെ സംസാരിക്കുന്ന ഘട്ടത്തില് അവര് കാഫിറാണെന്ന് വിളിച്ചു പറയുമായിരുന്നു. അത് കാരണം മഹാനവറുകള് തന്റെ സംസാരം ഫീ കഅരി ബൈതിഹി ഇലാ അൻമാത്, ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് വരെ വീടിന്റെ ഏറ്റവും ഉള്ളറയിൽ മഹാനവറുകൾ ചെലവഴിക്കുകയുണ്ടായി. അങ്ങനെ എത്രയെത്ര മഹാന്മാർ. ആ മഹാന്മാർക്കെതിരെയൊക്കെ ഓരോ കാലഘട്ടത്തിലുമുള്ള ആളുകൾ ഓരോന്ന് പടച്ചു വിടുകയുണ്ടായി. മഹാനരായ മുഹമ്മദ് ബിനുൽ ഫദ്ലുൽ ബൽഖി, ബൽഖിൽ ജനിച്ച് ജീവിച്ച മഹാനരായ മുഹമ്മദ് ബിനുൽ ഫദ്ൽ എന്ന് പറയുന്ന മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ ബൽഖിൽ നിന്ന് ആളുകൾ അടിയോടിക്കുകയുണ്ടായി. മഹാനവറുകൾ ഒരു കാര്യം പറഞ്ഞു അവരോട്, ലമ്മാറാദു ഇഖ്റാജഹു, എന്നെ നാട്ടിൽ നിന്ന് നിങ്ങൾ പുറത്താക്കുകയാണെങ്കിൽ ലാ അഖ്റുജു, ഞാൻ പുറത്തു പോകൂല, ഇല്ലാ ഇൻ ജഅൽതും ഫീ ഉനുഖി, എന്റെ കഴുത്തിൽ ഒരു കയറിടണം. വമറർതും ബി ഫീ അസ്വാഖിൽ ബലദി, നാട്ടിലെ തെരുവോരങ്ങളിൽ കൂടെ എന്നെ കൊണ്ടുപോകണം. വഖുൽതും, എന്നിട്ട് നിങ്ങൾ പറയണം, ഹാദാ മുബ്തദിഉൻ, ഇത് മുബ്തദിയാണ്, ബിദ്അത്തിന്റെ ആളാണെന്ന് നിങ്ങൾ പറയണം. അങ്ങനെ അവര് അതുപ്രകാരം മഹാനവറുകളെ കഴുത്തിൽ കയറിട്ട് അങ്ങാടിയിലൂടെ കൊണ്ടുപോയി. എന്നിട്ട് മഹാനവറുകൾ ബൽഖിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, യാ അഹ്ല ബൽഖ്, ബൽഖ്കാരെ, നസഅല്ലാഹു മിൻ ഖുലൂബികും മഅരിഫതഹു, അല്ലാഹു നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നൊക്കെ മഅരിഫത്തിനെ ഊരിയിരിക്കുന്നു. ഖാലൽ അശ്യാഹു, മഹാന്മാര് പറഞ്ഞതെന്താണെന്നറിയുമോ? ഫലം യഖ്റുജ് ബഅദ ദഅവതിഹി അലൈഹിം,
മഹാനരായ മുഹമ്മദ് ബിനുൽ ഫദ്ലുൽ ബൽഖി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ബൽഖുകാർക്കെതിരെയുള്ള ഈ ശാപ പ്രാർത്ഥനയ്ക്ക് ശേഷം സൂഫിയുൻ അബദാ, പിന്നീട് ആ നാട്ടിൽ ഒരു സൂഫിയായ മനുഷ്യനും ജനിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാന്നഹാ കാനത്ത് അക്ബറു ബിലാദില്ലാഹി സൂഫിയാ, സൂഫിയാക്കളെ കൊണ്ട് അറിയപ്പെട്ട ഏറ്റവും പ്രമുഖമായ ഒരു നാടായിരിക്കെ മഹാനരായ മുഹമ്മദ് ബിനുൽ ഫദ്ലുൽ ബൽഖി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ ആക്ഷേപിച്ചതിന് ശേഷം പിന്നെ അവിടെ ഒരു സൂഫിയും ഉണ്ടായിട്ടില്ല. വഅഖ്റജു അൽ ഇമാം യൂസുഫ് ഇബ്നുൽ ഹുസൈനുർ റാസി, മഹാനവറുകളെ അവർ നാട്ടിൽ നിന്ന് പുറത്താക്കി. കൂടെ നിന്നതാരാ? സുഹാദുർ റയ്യ്, റയ്യിലെ ഏറ്റവും ആബിദീങ്ങളും സാഹിദീങ്ങളുമായ ആളുകളാണ് കൂടെ നിന്നത്, ചില സൂഫിയാക്കളും. വഅഖ്റജു അബാ ഉസ്മാൻ അൽ മഗ്രിബി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനരായ അബൂ ഉസ്മാനുൽ മഗ്രിബി എന്നവരെ മക്കയിൽ നിന്ന് അടിയോടിക്കപ്പെടുകയുണ്ടായി. അബൂ ഉസ്മാനുൽ മഗ്രിബി എന്ന് പറയുന്നത് വലിയ മുജാഹദയുടെ, വലിയ ഇൽമിന്റെ, വലിയ ഹാലിന്റെ, മഖാമിന്റെ ഉടമയായിരിക്കെ മഹാനവറുകളെയും അടിച്ചോട്ടിക്കുകയുണ്ടായി. വളറബൂഹു ലർബൻ മുബരിഹാ, പരിക്കേൽപ്പിക്കുന്ന രീതിയിൽ അവർ അടിച്ചു. വത്വാഫു ബിഹി അലാ ജമലിൻ, ഒട്ടകത്തിന്റെ കാലിൽ മഹാനവറുകളെ കെട്ടിയിട്ട് അവര് തവാഫ് ചെയ്തു. ഫഅഖാമ ബിബഗ്ദാദ ഇലാ അൻ മാത്, മക്കയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട മഹാൻ ബഗ്ദാദിലാണ് ശേഷിക്കുന്ന കാലം വഫാത്ത് വരെ ജീവിച്ചത്. വശഹിദൂ അല ശിബ്ലി ബിൽ കുഫ്രി മിറാറാ, മഹാനരായ അബ്ദുല്ലാഹി ശിബ്ലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ കുറിച്ച് കുഫ്ർ ആരോപിച്ചു. ഒരു പ്രാവശ്യമല്ല, നിരവധി പ്രാവശ്യം. മഹാനവറുകൾ മുജാഹദ കൊണ്ട്, ഇൽമു കൊണ്ട് അറിയപ്പെട്ടവരാണ്, സമ്പൂർണതയുള്ള മഹാനാണ്. വഅദ്ഖലഹു അസ്ഹാബഹു, മഹാനവറുകളെയും കൂട്ടരെയും അൽ ബീമാരിസ്ഥാൻ, ഹോസ്പിറ്റലിൽ അവർ പ്രവേശിപ്പിച്ചു. ലിയർജിഅ അന്നാസു അൻഹു മുദ്ദതൻ തവീലാ, മഹാനവറുകളിൽ നിന്ന് ആളുകളൊക്കെ പിന്തിരിഞ്ഞു പോവാൻ വർഷങ്ങളോളം ഭ്രാന്താലയത്തിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഹോസ്പിറ്റലിലോ കൊണ്ടുപോയി അടച്ചിടുകയുണ്ടായി. വഅഖ്റജു അൽ ഇമാം അബൂബക്കർ നാബുൽസി, മഹാനരായ അബൂബക്കർ നാബുൽസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പുറത്താക്കി. മഹാൻക്ക് എത്ര ഫദ്ലുള്ളതാണ്, എത്ര ഇൽമുള്ളതാണ്, എത്ര ത്വരീഖത്തിൽ എത്ര കണ്ടു ഉറച്ചു നിന്ന മഹാനാണ്. മിനൽ ഗർബി ഇലാ മിസ്ർ, ഗർബിൽ നിന്ന് മിസ്രിലേക്ക് മഹാനവറുകളെ നാട് കടത്തി. വശഹിദു അലൈഹി ബിസ്സന്തഖാ, മഹാനവറുകള് നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞു. ഇന്ദ സുൽത്താനിൻ മിസ്ർ, മിസ്രിലെ ഭരണാധിപന്റെ മുമ്പിൽ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചപ്പോ ഭരണാധിപൻ ഫഅമറ ബിസൽഖിഹി മൻഗൂസാ, മഹാനവറുകളെ പച്ചക്ക് തൊലിയുരിക്കാൻ വേണ്ടി, അതും തല കീഴാക്കി നിർത്തിയിട്ട് മഹാനവറുകളെ തോലുരിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുകയാണ്. ഫസാറ യഖ്റഉൽ ഖുർആൻ, ഈ അവസരത്തിൽ മഹാനരായ അബൂബക്കർ നാബുൽസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് ഖുർആൻ ഓതുകയാണ്. അവർ തൊലിയുരിച്ചു കൊണ്ടിരിക്കുകയാണ്. വളരെ ഭവ്യതയോടെ, ഖുശൂഅോടുകൂടെ, ചിന്തയോടുകൂടെ ഖുർആൻ ഓതുന്നു. അങ്ങനെ ആളുകളൊക്കെ മഹാനവറുകളുടെ ആ ക്ഷമ കണ്ടിട്ട് മഹാനവറുകളെ പിൻപറ്റാനുള്ള അവസരമായി പോയി. അത്രക്കും ക്ഷമിച്ചു നിന്നു മഹാനവറുകൾ. വകദാ സലഹു അന്നസീമി ബിഹൽബ്,
ഹൽബ് പ്രദേശത്തുള്ള മഹാനരായ നസീമി എന്നവരെയും അവർ തൊലിയുരിക്കുകയുണ്ടായി. അതിനൊരു തന്ത്രം അവർ പ്രയോഗിച്ചു. നാട്ടുകാർ ഒരു കുതന്ത്രത്തിലൂടെയാണ് മഹാനരെ അവർ ഇത്തരത്തിൽ ശിക്ഷിച്ചത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കടലാസിൽ വിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസ് എഴുതുകയുണ്ടായി. എന്നിട്ട് ഒരു ചെരുപ്പ് കുത്തിയോട് പറഞ്ഞു, ഇത് ഒരു സ്നേഹത്തിന് വേണ്ടിയുള്ള ഒരു എഴുത്താണ്, അതുകൊണ്ട് ചെരുപ്പിന്റെ ഉള്ളില് ഇത് തുന്നിപ്പിടിപ്പിക്കണം. ചെരുപ്പിന്റെ ഉള്ളിൽ തുന്നിപ്പിടിപ്പിക്കാൻ അവര് കൽപ്പിച്ചു. എന്നിട്ട് ആ ചെരുപ്പുമായിട്ട് മഹാനവറുകൾക്ക് ഹദിയയായി കൊടുത്തു എന്നുള്ളതാണ്. മഹാനവറുകൾ അത് ധരിച്ചു നടക്കുകയാണ്. ഹലബിലെ ഭരണാധിപനോട് അവര് പറഞ്ഞു, നസീമി എന്ന് പറയുന്ന ഈ മഹാനുണ്ടല്ലോ, ആ മഹാന്റെ വഴി ശരിയല്ല. വേണമെങ്കിൽ നിങ്ങൾ നോക്കൂ, അതിനുള്ള തെളിവ് ഖുൽഹു അല്ലാഹു അഹദ് ചെരുപ്പിന്റെ ഉള്ളിൽ എഴുതിയിട്ട് അത് ചവിട്ടിയിട്ടാണ് നടക്കുന്നത്. ഇല്ലം തുസദ്ദിഖ്നാ ഫഅർസിൽ വറാഅഹു. വിശ്വാസല്ലെങ്കിൽ പിന്നിലെ ആളെ അയച്ചു നോക്കൂ. ഫഫഅല ഫസ്തഖ്റജൂ അൽ വറഖത. അവർ കടലാസ് എടുത്ത് അങ്ങനെ മഹാനവറുകളെ ശിക്ഷിച്ചത് തൊലിയിരിച്ചിട്ടാണ്. وعلم أنه لا بد أن يقتل على تلك الصورة. അങ്ങനെ മഹാനവറുകളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ച ആ സമയത്ത് മഹാനവറുകൾ കവിതകൾ പാടി 500ഓളം കവിതകൾ പിറന്നു എന്നാണ് പറയുന്നത്. പുഞ്ചിരിച്ചുകൊണ്ട് ആ എല്ലാ പീഡനങ്ങളും അവരുടെ എല്ലാ ശിക്ഷകളും മഹാനവറുകള് പുഞ്ചിരിച്ചുകൊണ്ട് ഏറ്റുവാങ്ങി. അബൂമദിയനെ കുറിച്ച് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ സിന്ദീഖാണെന്ന് പറഞ്ഞു, നിരീശ്വരവാദിയാണ്. മഹാനവറുകളെയും നാടുകടത്തി. അബുൽ ഹസൻ ഷാദിലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഗർബിൽ നിന്ന് മിസ്റിലേക്ക് മഹാനവറുകളെ അഖ്റജു, അവര് പുറത്താക്കി. വശഹിദു അലൈഹി ബിസ്സൻദഖതി മഅദനല്ലാഹ്. നിരീശ്വരവാദിയാണെന്നാണ് മഹാനവറുകളെയും അവർ പറഞ്ഞത്. പക്ഷേ വസല്ലമഹുല്ലാഹു മിൻ കൈദിഹിം, അവരുടെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തി. ഇസ്ദ് ബിൻ അബ്ദുസ്സലാമിനെ കുറിച്ച് കുഫർ പറഞ്ഞു. താജുദ്ദീൻ സുബ്കിയെ കുഫർ ആരോപിച്ചു. അങ്ങനെ മഹാന്മാരെയൊക്കെ മശായിഖന്മാരായി കടന്നു വന്ന ഏതൊക്കെ കാലഘട്ടത്തിൽ ഏതെല്ലാം മഹാന്മാരുണ്ടോ അവരൊക്കെ അവരുടെ നാട്ടിൽ നേരിട്ട വലിയ പീഡനം, ബുദ്ധിമുട്ട് അത്രക്കും വലിയതായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മഹാന്മാരോടൊപ്പം കൂടുമ്പോ മഹാന്മാരുടെ വാക്കുകൾ നമുക്ക് മനസ്സിലാവുകയില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ആ സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ നിലകൊള്ളേണ്ടത്. ഫൈനൽ മുരീദ സ്വാദിഖ ഇദാ ദഖല ത്വരീഖഹും വമാ ഇൻദഹു ഖബറുൻ ബിമസ്തലഹു അലൈഹി. ഒരു മുരീദ് മഹാന്മാരുടെ വഴിയിൽ പ്രവേശിച്ച് ആ മഹാന്മാരെ കുറിച്ച് ഒന്നും അവനക്കറിയില്ല, അവരുടെ സാങ്കേതിക ഭാഷകളോ അവരുടെ പ്രയോഗങ്ങളോ
ഒന്നും അറിയാത്ത ഒരാള് അവരുടെ അടുത്ത് പോയാൽ ജലസമഅഹു, അവരുടെ കൂടെ ഇരിക്കണം. വസമിഅ മിൻഹും മാ യതകല്ലമൂന ബിഹി മിനൽ ഇശാറാത്ത്, അവർ സൂചിപ്പിച്ച് പറയുന്ന സൂചനകളെ കേട്ടുകൊണ്ടിരിക്കണം. വഫഹിമ ജമീഅ മാ തകല്ലമൂ ബിഹി, അവർ പറഞ്ഞ എല്ലാം കേൾക്കണം, എന്നിട്ട് മനസ്സിലാക്കണം. അല്ലാതെ പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ചെന്ന് അവരെ വിമർശിക്കാൻ പോകാൻ പാടില്ല എന്നുള്ളത് അവരുടെ സാങ്കേതികമായ ഭാഷകളെക്കുറിച്ച്, അതിൽ കാണിക്കേണ്ട മര്യാദകളെക്കുറിച്ചും മഹാനരായ ഷഹറാനി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാന്മാരുടെ വഴിയിൽ പ്രവേശിച്ചവരാണ്, നമുക്കറിയില്ല, അറിവ് കുറഞ്ഞവരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മഹാന്മാരുടെ കൂടെ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ആവശ്യമാണ്, മറ്റുള്ളവരുടെ ആവശ്യമല്ല. അപ്പൊ അതിന് മുമ്പിൽ തടസ്സമാകുന്ന ഇത്തരം ചിന്താഗതികൾ നമ്മളിൽ നിന്ന് തന്നെ നമ്മൾ ഓരോരുത്തരും പിഴുതുമാറ്റണം. മഹാന്മാര് സർവാംഗീകൃതരാണ്, അവരെ ആരും വിമർശിക്കുകയില്ല എന്നുള്ള ചിന്ത, അത് ചരിത്രം പരിശോധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അവൻ വിശ്വസിക്കുകയില്ല. അവരൊപ്പം കൂടി നിൽക്കണമെങ്കിൽ വളരെയേറെ കഠിനമായ ത്യാഗങ്ങളും പ്രയാസങ്ങളും നമ്മൾ സഹിക്കേണ്ടി വരും. ഇതിലൊന്നും പറയാത്ത മഹാനരായ ജലാലുദ്ദീൻ റൂമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ, മഹാനവറുകളുടെ ഗുരുവര്യൻ, ആ ഗുരുവര്യര് നേരിട്ടത് ജലാലുദ്ദീൻ റൂമി എന്ന് പറയുന്ന ഒരു പ്രമുഖനായ നാട്ടിലെ അംഗീകരിക്കപ്പെട്ട പണ്ഡിതൻ, ആ പണ്ഡിതൻ ശംസുദ്ദീൻ തബ്രീസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോട് കൂടെ കൂടിയത് കാരണത്താൽ നാട്ടുകാർക്ക് നല്ല പഠിപ്പിച്ചിരുന്ന, കിതാബ് ഓതി കൊടുത്തിരുന്ന നല്ലൊരു മൂല്യരെ നഷ്ടപ്പെട്ടുപോയി. അതുകൊണ്ട് അവര് മഹാനരായ ജലാലുദ്ദീൻ റൂമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾക്കെതിരെ എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നതിന് പകരം മഹാനവറുകളുടെ ഗുരുവര്യരെയാണ് അവർ കൂടുതലായി ബുദ്ധിമുട്ടിച്ചത്. നമ്മൾ ആലോചിച്ചു നോക്കണം. ലോകത്തിനു വേണ്ടി ഒരു വലിയനെ സമർപ്പിച്ച, വലിയനെ സൃഷ്ടിച്ചുണ്ടാക്കിയ മഹാനരായ ജലാലുദ്ദീൻ റൂമിയുടെ ഗുരുവര്യർ ശംസുദ്ദീൻ തബ്രീസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ നേരിട്ട പ്രയാസങ്ങൾ അതികഠിനമായിരുന്നു. അതുകൊണ്ട് മഹാന്മാരാണ് നമ്മളെ പോലത്തെ ഒന്നിനും കൊള്ളാത്ത ആളുകളെ നന്നാക്കിയത് കാരണത്താൽ അവരാണ് പ്രയാസങ്ങൾ സഹിക്കുന്നത്. അവർക്കൊരു കാട്ടിലോ അല്ലെങ്കിൽ ഒരു മൂലയിലോ അവരുടെ അത്യുന്നതമായ സ്ഥാനങ്ങളിൽ അവർക്ക് നിലകൊള്ളാമായിരുന്നു. പക്ഷെ നമ്മളെപ്പോലത്തെ ഓരോരുത്തരെയും അവരെ ഏറ്റെടുത്ത് പോറ്റി വളർത്തുന്നത് കാരണത്താൽ അവര് നേരിടുന്ന പ്രയാസങ്ങൾ എത്രയാണ്, അതിനൊക്കെ അവർ തയ്യാറായി അതൊക്കെ സഹിച്ചും ക്ഷമിച്ചും നിൽക്കുന്നത് നമ്മളെപ്പോലത്തവര് നന്നാവാനാണ്. അതുകൊണ്ട് നമ്മള് ആ മഹാന്മാരുടെ കൂടെ തന്നെ മരണം വരെ നിലനിൽക്കാനുള്ള ഒരു ആഗ്രഹത്തിലും പ്രാർത്ഥനയിലുമായി നിലകൊള്ളണം. അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന പൈശാചികമായ ചിന്തകളും അവസ്ഥകളും നമ്മിൽ നിന്ന് ഉണ്ടാവാതിരിക്കണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാന്മാരുടെ കാലടി കീഴിലായി എല്ലാ കാലഘട്ടങ്ങളിലും നമ്മളെ നിലയുറപ്പിച്ച് തരുമാറാവട്ടെ. അവരോടുള്ള വിശ്വാസവും അവരോടുള്ള യഖീനും നമ്മൾക്ക് പൂർത്തിയാക്കി എല്ലാ കാലങ്ങളിലും നൽകുമാറാവട്ടെ. اللهم اعل درجة شيخنا افض علينا من فيضاته اللهم مد ظله العالي وطول عمره
വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.